കണ്ടോ മാക്സിമം അതിൻ്റെ അനുഭവത്തിരിക്കുക. ഇതാണ് എയർ ഇൻക്രീസ് ചെയ്യാൻ, എർത്ത് ഇൻക്രീസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. എർത്ത് ഡിപ്ലീറ്റഡായി പോകുന്നത് നമ്മൾ എർത്ത് എലമെൻറ്റിൻ്റെ ഫുഡ് സെക്യൂരിറ്റി ഷെൽട്ടർ എന്ന് പറയുന്ന ഏറിയ അതിൻ്റെ ഭാവങ്ങളിലും ഒക്കെ ഒരുപാട് ഇൻവോൾവ് ചെയ്തിരിക്കുമ്പോൾ അത് കുറേ പോകും. അത് പിടിച്ച് നോക്കിയാൽ നമ്മുടെ നല്ല 20 മിനിറ്റ്സ് ഒന്നും കാണത്തില്ല, ഡിപ്ലീറ്റഡായി. ഒരു 5 മിനിറ്റ് ഓടിയിട്ട് അത് കിട്ടുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്തത് വാട്ടർ എലമെൻ്റ് മുതലാണ്. അത് പിങ്കിയാണ്. പിങ്കി ഡിപ്ലീറ്റഡായി കിടക്കുകയാണ്, അല്ലെങ്കിൽ വാട്ടർ എലമെൻറ്റ് ഭയങ്കരമായിട്ട് ശുഷ്കിച്ചിരിക്കുക. അപ്പോൾ അത് അഫക്റ്റ് ചെയ്യുന്ന ജെനിറ്റൽ ഏരിയയിലാണ്. അങ്ങനെ ശുഷ്കിച്ച് കഴിഞ്ഞാൽ ഒരുപാട് തരം ജെനിറ്റൽ കംപ്ലൈൻസുകൾ അവിടെ ഉണ്ടാകും. യൂറിനറി ബ്ലാഡർ, യൂറിറ്റർ ഗൊണാൻസ്, നമ്മുടെ ടെസ്റ്റക്കിൾസ്, ഈ പറഞ്ഞ പോലെ ഓവറീസ്, ഇതെല്ലാം അതിൻ്റെ ഫങ്ഷനിൽ ഒരുപാടൊക്കെ അത് യൂസ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തിട്ട് ഡിപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അതിനെ ഇൻക്രീസ് ചെയ്യാൻ ഇതിൻ്റെ ബേസിക് ഇതാണ്. ഇൻക്രീസ് ചെയ്യാം. പിന്നെ ഫയർ എലമെൻറ്റ് ഇതാണ്. ഈ നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ ഫയർ എലമെൻറ്റിൻ്റെ ബേസിൽ ഒരു സെൻസിറ്റീവ് ഏരിയയുണ്ട്, അവിടെ കൂട്ടിയിട്ട് ഇങ്ങനെ വയ്ക്കും, ഇൻക്രീസ് ചെയ്ത് വെച്ചിരിക്കാൻ. പിന്നെ എയർ എലമെൻറ്റ് ഇതാണ്. എയർ എലമെൻറ്റ് അതിൻ്റെ ഈ തളവിലൊക്കെ അതിൻ്റെ ബേസിൽ കൂടി. ഇപ്പോൾ എയർ ഇൻക്രീസ് ചെയ്തു. ഇനി ഫയർ ഇൻക്രീസ് ചെയ്തു. ഇനി ഇത് കൂടുതലായിരുന്നില്ല. എർത്ത് എലമെൻറ്റ് വളരെ കൂടുതൽ ഭയങ്കരമായിട്ട് റെസ്റ്റ്ലെസ് ആയിട്ടും പ്രാഗ്മാറ്റിക്കായിട്ട് ഇങ്ങനെ ഓടി നടക്കാണ് നമ്മുടെ അതിൻ്റെ ആസ്പെക്റ്റിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എർത്ത് എലമെൻറ്റിൻ്റെ ഓവർ ആക്ടിവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇതാ സബ്ജുഗേഷൻ. അത് പിന്നെ നോക്കാം. നമ്മൾ ഇതങ്ങ് തീർത്തിട്ട് ഇതാണ് ഷുഗറിനുള്ളതിനാണ്. അപ്പോൾ അത് ഇത് തന്നെ എർത്ത് എലമെൻറ്റ് ഇങ്ങനെ പ്ലേറ്റ്. അപ്പോൾ അതിനെ ഒന്ന് സബ്ജുഗേറ്റ് ചെയ്ത് വയ്ക്കാം, സപ്രസ് ചെയ്ത് വയ്ക്കാം. പിന്നെ ഇനി അടുത്തത് ഫയർ എലമെൻറ്റ്. ഫയർ എലമെൻറ്റിനെ സപ്രസ് ചെയ്യുന്നില്ല. അതിൻ്റെ വല്ലതും ഉണ്ടോ? അതാണ് ഫയർ. ഇത് ഫയർ എലമെൻറ്റ്. വയറ്റിലെ ഫയറാണ്. ഇത് ഈ എലമെൻറ്റ് ബേസിൽ ചെയ്യുന്നു. ഫയറിനെ നമ്മൾ കുറയ്ക്കുക. ഇത് ഡിക്രീസിങ് ഫയർ. വായു നമ്മൾ പറഞ്ഞോ? ഫയർ പറഞ്ഞില്ലല്ലോ. ഫയർ പറഞ്ഞോ? ഇത് പറഞ്ഞോ? അപ്പോൾ ഇത് ഫയർ. സോറി, പറഞ്ഞത് കാര്യം. ഇത് ഫയറിനെ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ ആ ക്വസ്റ്റ്യനിലിട്ട് മൈൻഡ്. പിന്നെ എയർ ഒരുപാട് കൂടിപ്പോയി, അത് കുറയ്ക്കുന്നു. പിന്നെ ഈതർ സ്പേസിലോട്ടായിട്ടൊക്കെ ആയിപ്പോകും ആളുകൾ. ഒന്നും ഓറിയൻറ്റേഷനൊന്നും ഇല്ലാതെ ഈതർ കഴിഞ്ഞാൽ. അപ്പോൾ അതിനെ കുറയ്ക്കുന്നില്ല. അപ്പോൾ ഇൻക്രീസ് ചെയ്യുന്നത് ഇങ്ങനെയും ഡിക്രീസ് ചെയ്യുന്നത് എങ്ങനെയും ബാലൻസ് ചെയ്യുന്നത്. പിന്നെ ഇതിനെ കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ കറസ്പോണ്ടിങ് മന്ത്രയും കൂടെ ഈ സമയത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറേ കൂടെ പൊട്ടൻ്റ് ആയിട്ട് തോന്നും. ബിറ്റ് മന്ത്രം, മുദ്രാസ് ബിറ്റ് മന്ത്രം. അപ്പം എർത്ത് എലമെൻറ്റ് ഇതാണ് ബാലൻസിങ്. എർത്ത് എലമെൻറ്റ് ഇൻക്രീസിങ് ഇങ്ങനെയാണ്, എർത്ത് എലമെൻറ്റ് ഡിക്രീസിങ് ഇങ്ങനെയാണ്. വാട്ടർ എലമെൻറ്റ് ബാലൻസിങ് ഇങ്ങനെയാണ്, ഇൻക്രീസിങ് ഇങ്ങനെയാണ്, ഡിക്രീസിങ്. പിന്നെ ഫയർ എലമെൻറ്റ്
ബാലൻസിങ്ങിനാണ്, ഇൻക്രീസിങ്ങിനാണ്, ഡിക്രീസിങ്. പിന്നെ എയർ എലമെൻറ്റ് ബാലൻസിങ്ങിന്, ഇൻക്രീസിങ്ങിന്, ഡിക്രീസിങ്. പിന്നെന്താണ്? ഈതർ ബാലൻസിങ്ങിന്, ഇൻക്രീസിങ്ങിന്, ഡിക്രീസിങ്. ഇത് ക്യൂറിങ്ങിന് ഉപയോഗിക്കുന്നത്. ഇപ്പം ഈ എല്ലാ മുദ്രയുണ്ടോ? ഈ എലമെൻ്റ് മുദ്രയെ അവർ പെട്ടെന്നുള്ള പ്രശ്നങ്ങളിൽ നെഞ്ചുവേദനയൊക്കെ വന്നാൽ ഇത് അത് 5 മിനിറ്റ് കൊണ്ട് കിടന്നിട്ട് വേണം ഇത് ചെയ്യാൻ. ഈ മുദ്രയുടെ പേരാണ് എന്താണ്? ഹൃദയമുദ്ര. ഇത് ഹൃദയത്തിൻ്റെ ഷേപ്പ് ഇരിക്കുക. അപ്പർ ചേംബർ, ലോവർ ചേംബർ, ഇതായോട്ടം. ഇതിന് ഹൃദയമുദ്രമാണ്. ഹൃദയത്തിൻ്റെ എല്ലാത്തരം പ്രശ്നങ്ങൾക്കും നമ്മൾ ഹൃദയം പോലെ തന്നെ ഇരിക്കും. ഇത് അപ്പർ ചേംബർ, ഇത് ലോവർ ചേംബർ, ഇതായോ ഹൃദയമുദ്ര, ഹൃദയത്തിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനെ ഇതാണ് മുദ്രാസ്. പിന്നെ നമുക്കത് പ്രാക്ടീസ് ചെയ്യാൻ പിന്നെ അതായത് അങ്ങനെ എലമെൻ്റൽ കോമ്പസിഷൻ്റെ ഇംബാലൻസുകൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഓരോ എലമെൻറ്റിനായിട്ട് എടുത്ത് നമുക്ക് ചെയ്യാം. ഏത് എലമെൻറ്റിൻ്റെ പ്രശ്നത്തിലാണ് നമ്മൾ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ളത് നമുക്കെല്ലാം അറിയാമല്ലോ നമ്മുടെ എക്സ്പീരിയൻസ്. അപ്പോൾ കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ഇതൊന്നും ഇല്ലെങ്കിൽ ബാലൻസ് ചെയ്ത് പിടിച്ചാൽ മതി. കുറച്ച് സമയം കൂടുതൽ എടുക്കാൻ നമ്മൾ ബാലൻസ് ചെയ്യാം. അതാണ് ശരി. ഇതാണ് എലമെൻ്റ്. നല്ലൊരു സാധനമാണ്. ഇപ്പോൾ ഈ പറഞ്ഞില്ലേ, അതുപോലെ പ്രവർത്തനങ്ങളെ പറ്റുന്നു. അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് നിർത്താം.